കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂനിന്മേൽ കുരു എന്ന എണ്ണമാണ് ഇപ്പോൾ സൂപ്പർ കപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ വരുന്നത്. അതായത് ഓൾറെഡി കോറോ സിംഗിന് ചില പേഴ്സണൽ റീസൺസ് കാരണം അവൈലബിൾ അല്ല എന്നുള്ള കാര്യം വന്നിരുന്നു. അദ്ദേഹം എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണെന്നുള്ളത് നമുക്കറിയാം. അതിനോടൊപ്പമാണ് ഇപ്പം നോറ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾ കീപ്പർ, അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. മിക്കവാറും സൂപ്പർ കപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം സാധ്യതയില്ല എന്നുള്ളതാണ്. ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് ഇഞ്ചുറി പറ്റുന്നത്. വീണ്ടും ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഇഞ്ചുറി എന്നുള്ള കാര്യം പറയണം. നമുക്കറിയാം സൂപ്പർ കപ്പ് വളരെ ഒരു ഷോർട്ട് പീരീഡിൽ നടക്കുന്ന ടൂർണമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അവസാനിക്കും. അപ്പോൾ അന്നേരത്തേക്കും തിരിച്ചുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഒരു പ്രശ്നം നേരിടുന്ന ഒരു ഏരിയ തന്നെയാണ്. എന്താണെങ്കിലും സച്ചിൻ സുരേഷ് തിരിച്ചു വന്നു എന്നുള്ളതാണ്, അവൈലബിൾ ആണെന്നുള്ളതാണ് അറിയുന്നൊരു വിവരം. അതിനോടൊപ്പം കമൽജിത്തും അവൈലബിൾ ആണ്. എങ്കിലും നമുക്കറിയാം ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സീസൺ അത് എത്രത്തോളം നമുക്ക് അഫക്റ്റ് ചെയ്തു. നോറ ഫെർണാണ്ടസ് വന്നതിന് ശേഷം അദ്ദേഹം കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മാച്ചസിലൊക്കെ അദ്ദേഹമാണ് കളിച്ചത്. അതിൽ അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രകടനം നടത്താൻ സാധിച്ചു. ആ സാഹചര്യത്തിൽ ഇപ്പം സൂപ്പർ കപ്പിലേക്ക് വരുമ്പോൾ നോറ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷയിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ഇഞ്ചുറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇനി സച്ചിൻ സുരേഷിനെ പരിഗണിക്കുമോ അതോ ലോണിൽ വന്നിട്ടുള്ള കമൽജിത്തിനെ പരിഗണിക്കണോ എന്നുള്ള ഒരു ചോദ്യം, അതും പുതിയ കോച്ചാണ്. അപ്പോൾ അദ്ദേഹം ആര് ഇംപ്രസ് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? സൂപ്പർ കപ്പിൽ ആര് ഗോൾ കീപ്പറായിട്ട് വരുന്നതായിരിക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നല്ലത് എന്നുള്ളതാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിൽ നമ്മുടെ കണക്ഷൻ സൈനിങ് ഓഫ്.